അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര മെൽറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. അതിൻ്റെ കളറ് ചേഞ്ചായി വരുമ്പോൾ പിന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പാൻ ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പഞ്ചസാരയുടെ കളർ ഇവിടെ ചേഞ്ചായി വരുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ചേഞ്ചായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റണം. അല്ലെങ്കിൽ ഇത് ഒരുപാടങ്ങ് കളറ് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസമാവുകയും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റിയില്ലെങ്കിൽ അത് ആ പാത്രത്തിൽ തന്നെ സെറ്റായി പോവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് പുഡിംഗ് സെറ്റാക്കുന്നത്. അപ്പോൾ ആ സ്റ്റീൽ പാത്രത്തിലേക്ക് ഞാൻ പെട്ടെന്ന് മാറ്റുകയാണ്. സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റൗണ്ടിൽ നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചെടുക്കണം. എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ നമുക്ക് ചുറ്റിച്ച് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് പാല് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് 250 ml പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ ഒരു 3/4 കപ്പ് എടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ വാനില എസൻസ്, ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് ചേർക്കുക. അപ്പോൾ ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട, ഞാൻ ചെറിയ മുട്ടകളാണ് എടുത്തേക്കുന്നത്. ഒരുപാടായിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ 2 മുട്ട ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പാലിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത മിക്സ് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഞാൻ 2 പ്രാവശ്യം ഈ മിക്സ് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അരിച്ചെടുത്ത മിക്സ് നമ്മുടെ പുഡിംഗ് പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു മൂടിപ്പാത്രം വെച്ചിട്ട് മൂടി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലിച്ചെമ്പിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലിച്ചെമ്പിൽ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് പുഡിംഗ് പാത്രം വെച്ച് കൊടുക്കാം. ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ ഇല്ലാത്തവർ ഒരു മൂടി വെച്ചിട്ട് ഇത് മൂടി കൊടുക്കുക. ഇതിലേക്ക് ഈ പുഡിങ്ങിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഇതൊരു 40-45 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കണം. ഞാൻ 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി ലോ ഫ്ലെയിമിലാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ നിങ്ങളും അത് അങ്ങനെ ചെയ്യാം. മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ പുഡിംഗ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലിച്ചെമ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് കുത്തി നോക്കുകയാണെങ്കിൽ ക്ലീനായിട്ട് കിട്ടണമെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതൊരു ഇളകണ പരുവായിരിക്കും. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് നല്ല ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നത്. ഒരു 3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് വിടിയിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് കമഴ്ത്തി എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് പുഡിംഗ് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ പുഡിംഗ് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.